ഉണ്ടല്ലോ. നമസ്തേ. ചില ദുഷ്ടജനങ്ങൾക്ക് നല്ല സമ്പദ് സമൃദ്ധിയും ഭാഗ്യവുമെല്ലാം കണ്ടുവരാറുണ്ട്. ശുദ്ധാത്മാക്കൾക്ക് ദാരിദ്ര്യവും. എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം സംഭവിക്കുന്നത്? അത് പൂർവജന്മ കർമ്മഫലമല്ലാതെ മറ്റൊന്നുമല്ല. അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കാൻ പാടില്ലാത്തതാണ്. നിഷ്പക്ഷത വെടിഞ്ഞ് ആ വസ്തു എങ്ങനെയെങ്കിലും കൈയടക്കണം എന്ന ആർത്തി കൊള്ളുന്നവന് നാശം തന്നെയാണ് ഫലം. മറ്റനവധി ദോഷങ്ങളുടെ അകമ്പടിയോടെ അത് അപ്പോൾ തന്നെ സംഭവിച്ചു തുടങ്ങുകയും ചെയ്യും. ഉള്ളിൽ അസൂയ മുഴുത്തവന് ആ അസൂയ മുഴുത്തതുകൊണ്ട് വളർന്ന് ഉന്നതി പ്രാപിച്ചവരായി ആരുമില്ല. അതുപോലെ അസൂയ ഇല്ലാത്തത് കൊണ്ട് മാത്രം നശിച്ചു പോയവരും ആരുമില്ല. എന്തായാലും അസൂയാലുക്കൾക്ക് അധപതനമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ മധുരഭാഷണങ്ങളിലൂടെ ബന്ധുക്കളെയും മിത്രങ്ങളെയും ഒക്കെ നേടാൻ കഴിയും. പരദൂഷണം മൂലം ഉള്ളവരെ അകറ്റാനും കഴിയും. രണ്ടാമത്തെ കൂട്ടർക്ക് പരദൂഷണം ഒരു ശീലമാവുക മൂലം അവർ ഒറ്റപ്പെട്ടു പോവുകയും അവർക്ക് ബന്ധുമിത്രാദികളും ക്രമേണ ശത്രുക്കളായി മാറുകയും ചെയ്യും. ആളുകൾ ഇല്ലാത്ത സമയത്ത് അവരെക്കുറിച്ച് ദുഷിച്ചു പറയുന്നവൻ മഹാപാപിയാണ്. എന്നാൽ ഭൂമിക്ക് ഇതും തൻ്റെ ധർമ്മമാണല്ലോ എന്ന് കരുതി അവൻ്റെ ഭാരവും ചുമക്കേണ്ടി വരുന്നു. എല്ലാ ഭാരവും ഭൂമിക്ക് താങ്ങിയേ പറ്റൂ. അതാണ് ഭൂമിയുടെ ധർമ്മം. എന്നാൽ താങ്ങാനാവാത്ത ഭാരമാണ് പരനിന്ദ ചെയ്യുന്ന ദുർജനങ്ങളുടെ ഭാരം. പറ്റിപ്പോയ തെറ്റുകൾ തിരുത്തി ധന്യമായ ജീവിതം നയിക്കുന്ന ശുദ്ധാത്മാക്കൾക്ക് ഒരു ദുഃഖവും വരാനില്ല. ഒരുവന്റെ നിഴൽ അവന് പോലും ഒഴിവാക്കാൻ കഴിയാത്ത വിധത്തിൽ അവൻ എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ പിന്തുടർന്ന് ചെന്ന് അത് നിൽക്കുമ്പോൾ അവൻ്റെ കാലടിയിൽ തന്നെ പറ്റി നിൽക്കുന്നതാണ്. അതെങ്ങനെയോ അതുപോലെ തന്നെയാണ് അവൻ ചെയ്യുന്ന ദ്രോഹങ്ങളുടെ ഫലം. അതെപ്പോഴും നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അന്യരോട് ചെയ്യുന്ന പാപം തിരിച്ചു വന്ന് നശിപ്പിക്കുന്നത് അവനവനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ തന്നെ സ്നേഹിക്കുന്ന ആരും ചെറിയ ദ്രോഹം പോലും അന്യരോട് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. എല്ലാതരം ശത്രുക്കളും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒഴിഞ്ഞു പോകും. എന്നാൽ പാപഫലം മാത്രം ഒരിക്കലും വിട്ടൊഴിയുകയില്ല. പോകുന്നിടത്തെല്ലാം ഇടതടവില്ലാതെ അത് പിന്തുടരും. പാപങ്ങൾ ഒഴിഞ്ഞു പോകാൻ നല്ല വാക്കുകൾ കേൾക്കാൻ കഴിയണം. അത്തരം ആളുകളെ കൂട്ടുപിടിക്കണം. ആ സമ്പത്ത് വളരെ വിലപ്പെട്ടതാണ്. സമ്പത്ത് നാനാവിധത്തിലുണ്ടാവും. എന്നാലും അവയിലെല്ലാം വെച്ച് ശ്രേഷ്ഠമായ സമ്പത്ത് മൂല്യവത്തായ ഭാഷണം കേൾക്കുന്നതിലൂടെ കാതിന് ലഭിക്കുന്ന സമ്പത്താണ്. അതാണ് മറ്റെല്ലാത്തിലും വെച്ച് മുഖ്യമായ സമ്പത്ത്. കാതുകൾക്കിമ്പവും മനസ്സിന് നിർവൃതിയും പകരുന്ന വിജ്ഞാന ഭാഷണത്തെ വഴുക്കുള്ള നിലത്ത് നടക്കുമ്പോൾ തെന്നി വീഴാതെ ഊന്നുവടി എவ்விധമാണോ നമ്മളെ സഹായിക്കുന്നത്
അതുപോലെ ധർമ്മജ്ഞരായ ജ്ഞാനികളുടെ വാക്കുകൾ ജീവിത മാർഗത്തിൽ നമുക്ക് സഹായവും, എത്ര കുറച്ചായാലും ശരി സദ്ഭാഷണങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരുവന് ആ കേൾവിയിലൂടെ ലഭിക്കുന്ന സംസ്കാരം അത്രത്തോളം മഹത്വം നൽകും. സംസ്കാരമുള്ള വിദ്വാൻമാർ അബദ്ധത്തിൽ പോലും അവിവേകം നിറഞ്ഞ വാക്കുകൾ പുറപ്പെടുവിക്കുകയേയില്ല. അതാണ് അവരുടെ സംസ്കാരം. അങ്ങനെയല്ലേ എന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു.